അവാർഡ് ഫെസ്റ്റിലാണെങ്കിലും ഒരു ഇന്റർവ്യൂലാണെങ്കിലും എപ്പോഴും ആ ഒരു ജപമാല കൂടെ ഉണ്ടായിരുന്നു. ജപമാല എന്ന് പറയുന്നതിനകത്ത് ഇന്നർ പീസിനപ്പുറം നമ്മൾ മോക്ഷത്തിലേക്കുള്ളൊരു യാത്രയാണ്. പ്രാണായാമം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഫോറിനേഴ്സാണ്. നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനേക്കാളും അപ്പുറം എന്താണ് ഉറങ്ങി എഴുന്നേക്കുന്നത്. സ്വന്തം അമ്മ എന്ന് പറയുന്നത് ദൈവമാണല്ലോ, ഒരു വലിയൊരു ചൈതന്യമാണ് അമ്മ എന്ന് പറയുന്നത്. സാധാരണ ഈ ഒരു ക്രിട്ടിസൈസ് ഉണ്ടാവാറുണ്ടല്ലോ മിക്ക സെലിബ്രിറ്റീസിന്റെ അവരുടെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടാണെങ്കിലും. പക്ഷെ ഈ ഒരു ബേസിൽ ഇതിനൊരു ഫാൻ ബേസ് ആണ് ഉണ്ടായത്. എനിക്ക് നാളെ ഒരു 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാൻ ഒരു ഭാഗ്യമുണ്ടാകണേ. ചേട്ടാ, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയില് സെലിബ്രിറ്റീസിനെയൊക്കെ അനുകരിക്കുന്ന ഒരു ശീലം നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അവരുടെ ഫാഷൻ ആണെങ്കിലും എനിക്ക് അവരുടെ ജീവിത രീതികളാണെങ്കിലും ആ ജീവിത രീതികളെ പറ്റി അറിയാൻ തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. ഇപ്പോൾ നമ്മുടെ മോളിവുഡിലാണെങ്കിലും ടോളിവുഡിലാണെങ്കിലും ഇപ്പോൾ ബോളിവുഡിൽ തന്നെ വളരെ ഒരു ഫാൻ ബേസ് ഉള്ള ഒരാളാണ് സായി പല്ലവി എന്ന് പറയുന്നത്. സായി പല്ലവിയുടെ അടുത്ത് വൈറലായിട്ടുള്ള പല ഒരു വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ സ്ഥിരമായിട്ടൊരു ജപമാല കയ്യിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻ്റർവ്യൂസിൽ ചിലപ്പോൾ ശരിക്കും പേഴ്സണൽ സ്പേസിൽ മാത്രമല്ല അവാർഡ് ഫെസ്റ്റിലാണെങ്കിലും ഒരു ഇൻ്റർവ്യൂലാണെങ്കിലും എപ്പോഴും ആ ഒരു ജപമാല കൂടെ ഉണ്ടായിരുന്നു. അതിന് ഇൻസ്പയറബിളായിട്ട് പലരും അതിപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട്. ശരിക്കും അതൊരു നമ്മുടെ ഒരു ഇന്നർ പീസിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ജപമാലകളൊക്കെ ഉപയോഗിക്കുന്നത്. അതിനാ ഇതൊരു ഇന്നർ പീസ് എന്നുള്ള സംഭവമല്ല. ഈ സായി പല്ലവിയുടെ ജപമാല ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന വൈറലായ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനിത് അറിയുന്നത്. സായി പല്ലവി നല്ലൊരു ദീക്ഷയുള്ള നല്ലൊരു എന്താ പറയുക ജപമുള്ളൊരു ആളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഫേസിൽ തന്നെ ആ ഒരു എന്താ പറയുക ചൈതന്യമുണ്ട്. സായി പല്ലവിയുടെ മുഖത്ത് നമ്മളൊരു 5 മിനിറ്റ് നോക്കിയിരുന്നാൽ മനസ്സിലാവും. അപ്പോൾ നേരിട്ട് കാണുന്ന സമയങ്ങളിൽ, അല്ലാതെ ഫോണിൽ ഇതിൽ കൂടെ അല്ല, നേരിട്ട് എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് സായി പല്ലവിയുടെ ഓറ മനസ്സിലാക്കാൻ പറ്റും. ഓറ ചെക്ക് ചെയ്യാൻ പല മിഷനറീസ് ഓൾറെഡി ഉണ്ട്, പല എക്യുപ്മെൻസും ഉണ്ട്. ഞാൻ അങ്ങനെയല്ല, അറിയാവുന്ന ഒരാൾക്ക് നേരിട്ട് കാണുന്ന സമയങ്ങളിൽ മനസ്സിലാവും. സായി പല്ലവി, ഒരുപാട് സെലിബ്രിറ്റീസ് ഈ പറയുന്ന സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സെലിബ്രിറ്റീസിന് മാത്രമല്ല, നോക്കൂ, നമ്മൾ ഈ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മഹത്തായ സംസ്കാരങ്ങളിലൊന്നാണ്. അതിനകത്ത് ഈ ആധ്യാത്മിക തലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആധ്യാത്മിക തലം എന്ന് പറയുന്നതിനകത്ത് പല നീഡ്സ് ഉണ്ട്. ചില ആൾക്കാർ മെറ്റീരിയൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആധ്യാത്മികത്തിലേക്ക് വരുന്നത്. ചില ആൾക്കാർ മെറ്റീരിയൽ നീഡ്സിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് സ്പിരിച്വൽ നീഡ്സിലേക്ക് വേണ്ടിയുള്ള ഒരു വഴിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരങ്ങളിൽ പറയുന്ന പ്രാർത്ഥനകളും ജപവും അതിനപ്പുറം ഉപാസനയോ ദീക്ഷയോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ശിഷ്യത്തോടു കൂടി ഗുരുദീക്ഷ എടുത്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ നേരത്തെ അതിന് പറഞ്ഞ് നമ്മൾ പറയുന്ന ആക്ടേഴ്സിനെയോ ബോളിവുഡ് ആക്ടേഴ്സിനെയോ ഹോളിവുഡ് ആക്ടേഴ്സിനെയോ കണ്ട് നമ്മൾ ഫോളോ ചെയ്യാനൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാരാണ്. അതെല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഗായത്രി മന്ത്രം ജപിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യാൻ പറഞ്ഞാൽ പലരും മടിക്കും. പക്ഷേ ഫോറിനേഴ്സ് 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഫോളോ ചെയ്യും. അത് നമ്മളുടെ ഒരു ബ്ലഡിൽ ഉണ്ടാകുന്ന സംഭവമാണ്. മറ്റൊരാൾ ചെയ്താൽ നമ്മളത് ഫോളോ ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴും ഈ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ഫോറിനേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ശരിക്കും നമ്മുടെ ഭാരതീയമായി ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ഉണ്ട്, ഈ ഒരു മന്ത്രങ്ങളുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ഈ ഹെൽത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കാട്ടോ അപ്പുറം ഫോറിനേഴ്സ് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ ഇത്രയും ഫിറ്റ്നസ് ആയിട്ടിരിക്കാൻ പറ്റും. അതെ അതെ. ഈ പ്രാണായാമം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഫോറിനേഴ്സാണ്. പക്ഷേ പ്രാണായാമം എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് ഇവിടെ പല ആൾക്കാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലരും പഠിക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വേണ്ട, ഫോറിനേഴ്സ് ചെയ്യുമ്പോൾ നമുക്കും ചെയ്യണം. അത് ഒരു ട്രെൻഡാണ്. അത് നമുക്ക് ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെയാണ് ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ ജപമാല എന്ന് പറയുന്നത് മിക്ക സെലിബ്രിറ്റീസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ നമ്മളെ ബോളിവുഡിൽ നിൽക്കുന്ന പല സെലിബ്രിറ്റീസും ഇത് പബ്ലിക് കൊണ്ടുവരുന്നുമുണ്ട്. പക്ഷെ പല ആൾക്കാരും കാണുന്നുണ്ട്. ഇപ്പം ഈ ഷൂട്ടിന് പോകുന്ന സമയങ്ങളിൽ ഒരു മാറ്റി വയ്ക്കാറുണ്ട്. ജപമാല എന്ന് പറയുന്നതിനകത്ത് ഇന്നർ പീസിനപ്പുറം നമ്മൾ മോക്ഷത്തിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ ജപിക്കുക എന്ന് പറയും. ജപിക്കുക എന്ന് പറയുന്നത് തന്നെ അല്ലേ, രണ്ടിനും 2 രീതിയിലുള്ള ഇന്നർ മീനിങ്സും ഉണ്ട്, ഔട്ടർ മീനിങ്സും ഉണ്ട്. ഓരോ ആൾക്കാർ കൺസീവ് ചെയ്യുന്ന ഏത് രീതിയിലാണോ അതിലേക്ക് തന്നെ വരുന്നു. എന്ന് പറയുന്ന ജനനം എന്നുള്ളതാണ് അല്ലേ. ഈ പറയുന്ന ജപിക്കുന്ന സമയത്ത് ഇത്ര അല്ലെങ്കിൽ ഇത്ര തവണ ജപിക്കണം എന്നുള്ളത് ഒരു ഗുരു പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഗുരു ഉപദേശത്തിൽ പോകുന്നവരാണെങ്കിൽ
വെറുതെ ജപിക്കുന്നതിന് പുറമെ ഒരു ദിവസം ഞാൻ ഇത്ര ജപം ചെയ്യും എന്നൊരു ഡിസിഷൻ ഓൾറെഡി ഉണ്ടാവും. ആ പറയുന്ന കൗണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടി ജപമാല എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും, സൂര്യനെയോ ചന്ദ്രനെയോ സങ്കല്പിച്ചുകൊണ്ട് ഇവിടുന്ന് 1 2 3 4 5 6 എന്ന് ആ പല കൗണ്ടിൽ കൂടെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ മൊത്തം ഫിഗറും കൗണ്ട് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ടാണെങ്കിൽ 4 ഇത് മാത്രം കൗണ്ട് ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ ഓം നമഃ ശിവായ ജപിക്കുന്നവരെന്താണ്, ഈ മുട്ടിൽ കൈവച്ചിട്ട് ഓം നമഃ ശിവായ കറങ്ങി ഇങ്ങനെ 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 പറഞ്ഞ് ജപിച്ച് ഇങ്ങനെ വരുമ്പോൾ, അതായത് അപ്പോൾ ഓം സ്റ്റാർട്ട് ചെയ്യുന്നതും ഓംകാരത്തിൽ തുടങ്ങി ഓംകാരത്തിൽ അവസാനിക്കുന്ന സമയം കൈ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണോ തിരിച്ച് ക്ലോക്ക് വൈസിൽ എൻഡ് ചെയ്യുന്ന എവിടെയാണോ അപ്പോൾ ആ പറയുന്ന ജപം അവസാനിപ്പിക്കും. ഓംകാര ഉപാസനയാണല്ലോ ഏറ്റവും വലിയ ഉപാസന എന്ന് പറയുന്നത്. സോ അപ്പോൾ ഓംകാര ഉപാസിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കണമെന്നില്ല. ഇവർക്ക് ഇത്ര ലക്ഷം തവണ ചെയ്യണം, ജപിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്, അല്ലെങ്കിൽ ഗുരു ഉപദേശം ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് ജപമാല എപ്പോഴും കയ്യിൽ വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴാണോ ഫ്രീ സമയം കിട്ടുന്നത് അവർ ജപിക്കും. അപ്പോൾ ജപത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്, ഭയങ്കര പവർഫുള്ളാണ്. പക്ഷേ നമ്മൾ ജപിക്കുന്ന ജപത്തിൽ മറ്റൊരാളിന് എന്തെങ്കിലും മോശം വരാനോ ഒരു നെഗറ്റീവ് തോട്ടോടു കൂടിയാണ് ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ തിരിച്ചടി ഉണ്ടാവും. പക്ഷേ നമ്മൾ നല്ലൊരു കാര്യങ്ങൾക്ക് ഉദ്ദേശശുദ്ധി വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ഉപാസന ക്ലിയർ ആണെങ്കിൽ, നമ്മളെ അടുത്ത് നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മളെ മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ മനസ്സിലാവും ജപമുള്ള ആളാണോ, അല്ലെങ്കിൽ ഉപാസനയുള്ള ആളാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓറ നല്ലതാണോ. കാരണം നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമുക്കൊരിക്കലും ദേഷ്യം വരില്ല എന്നുള്ളതല്ല, മനുഷ്യനാണ് ദേഷ്യം വരാം. പക്ഷേ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിനും അപ്പുറം ഭയങ്കര ഒരു എന്താ പറയുക, ഇന്നർ പീസിനേക്കാളും അപ്പുറം വേറെ തലത്തിലേക്കുള്ളൊരു സന്തോഷമാണത്. മറ്റൊരാളിനെ മനസ്സിലാക്കാനും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് ആ സമയം ഇവിടെ പ്രൊഫഷണൽ വേയിൽ കോർപ്പറേറ്റ് ലൈഫിൽ എന്താ പറയുന്നത്, സിറ്റുവേഷണൽ തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും അല്ലേ. രണ്ടും രണ്ടാണ്. ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്, സിറ്റുവേഷനായിട്ട് തിങ്ക് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. ഇത് ചിലപ്പം സാധാരണപ്പെട്ട ഒരാൾക്ക് വളരെ പെട്ടെന്ന് പറ്റണമെന്നില്ല. കുറച്ച് മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ പറ്റും, ഒരു പരിധി വരെ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു തീവ്രമായിട്ടുള്ളൊരു കാര്യം ആഗ്രഹിച്ച് കിടന്നു നോക്കി. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഏതാണ്, ആൽഫ ഗാമ ബീറ്റ, ഈ പറയുന്ന മോഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നാളെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫലം ഉണ്ടാവണം. നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനേക്കാളും അപ്പുറം എന്താണ് ഉറങ്ങി എഴുന്നേക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ, നമ്മൾ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നടക്കത്തുമില്ല എന്ന് പറയുന്നില്ലേ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇവരുടെ ആഗ്രഹം പൂർണ്ണമായിട്ടും സ്വാർത്ഥതയായിരിക്കും. അമ്പലത്തിൽ പോകുന്ന സമയം നമ്മൾ മുൻപ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഭഗവാനെ എനിക്ക് അത് തരണേ ഇത് തരണേ, ആവശ്യങ്ങൾ മാത്രം പറയും. നമ്മുടെ ആവശ്യം നിറവേറ്റി തരാനാണോ ഭഗവാൻ അവിടെ ഇരിക്കുന്നത് അല്ലേ. നമുക്ക് ചോദിക്കാം, നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാതെ ഈ നമ്മൾക്ക് കിട്ടുന്ന ആവശ്യം ബാക്കിയുള്ളവർക്കും കൂടെ ബെനിഫിഷ്യൽ ആകുന്ന രീതിയിലുള്ളൊരു ആവശ്യമാണെങ്കിൽ പറയാം, എനിക്ക് നാളെ ഒരു 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാനൊരു ഭാഗ്യമുണ്ടാകണേ, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് നന്ദി എന്ന് പറയുന്നതും നാളെ എനിക്കൊരു 2000 രൂപ വേണമെന്ന് പറയുന്നത് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഒരു നിസ്വാർത്ഥത അല്ലാതെ ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക പ്രകൃതി നിയമം ഒരിക്കലും വിരുദ്ധമാവില്ല, നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് സായി പല്ലവിയുടെ ജപമാല എന്ന് പറയുന്നത് എല്ലാവരുടെ ജപമാലയ്ക്കും പ്രാധാന്യമുണ്ട്. സായി പല്ലവിയുടെ ജപമാല എല്ലാവരും നോട്ടീസ് ചെയ്ത കാരണം മൾട്ടിപ്പിൾ ഒക്കേഷൻസിൽ അദ്ദേഹം അത് ക്യാരി ചെയ്യുന്നത് ഒരു മടിയും ഇല്ലാതെ ക്യാരി ചെയ്തു. കാരണം അദ്ദേഹം ഒരു ഹാർഡ് കോർ ബിലീവർ ആണെന്നുള്ളതാണ്. അതൊരു ഫാഷൻ അഗെയിൻസ്റ്റ് ആണോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ, പക്ഷെ ആ ഒരു ഓറ അല്ലെങ്കിൽ അവര് അത് ഉള്ളത് കൊണ്ട് സാധാരണ ഈ ഒരു ക്രിട്ടിസൈസ് ഉണ്ടാവാറുണ്ടല്ലോ മിക്ക സെലിബ്രിറ്റീസിന്റെ അവരുടെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടാണെങ്കിലും. പക്ഷെ ഈ ഒരു ബേസിൽ ഇതിനൊരു ഫാൻ ബേസ് ആണ് ഉണ്ടായത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെലിബ്രിറ്റി ഇൻഡസ്ട്രി നിൽക്കുന്നവർ, ആ ഒരു സെഗ്മെന്റിൽ നിൽക്കുന്നവർ, സെഗ്മെന്റ് എന്ന് തന്നെ പറയാം, നിൽക്കുന്നവർ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു ഫിലിം ഇറങ്ങുന്നതിന് മുൻപിടുന്ന എഫേർട്ടും ഇറങ്ങിയതിന് ശേഷം അത് സക്സസ് ആവുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം മുതലേ പ്രാർത്ഥന അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫിലിം പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോഴും ഞാൻ നായകനാണെങ്കിൽ ഞാൻ എന്ത് പറയും, ഭഗവാനെ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട് എന്താ പറയുക, ഈ ഫിലിം നന്നായിട്ട് ഓടണേ. ഒരിക്കലും ഞാൻ ഓടണ്ടെന്ന് പറയില്ല, ഓടണമെന്നേ പറയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിച്ചിട്ടായിരിക്കുമല്ലോ പറയുന്നത്. ഇപ്പോൾ ദൈവത്തിന് ഒന്നും വിശ്വാസമില്ല, നമ്മൾ ആരെ വിളിക്കും, അമ്മയെന്ന് വിളിക്കും.
സ്വന്തം അമ്മ എന്ന് പറയുന്നത് ദൈവമാണല്ലോ. അതെ. ഒരു വലിയൊരു ചൈതന്യമാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ. അമ്മയുടെ ആത്മാവ്, അമ്മയുടെ സോൾ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് അല്ലേ. സോ അപ്പോൾ ഈശ്വര വിശ്വാസം പൂർണ്ണമായിട്ടും ആണ്. പക്ഷേ ഫാഷൻ എഗെയിൻസ്റ്റ് ആകുമോ എന്ന് ചോദിച്ചില്ലേ, സ്വാഭാവികമായിട്ട് ചിലർക്ക് ധൈര്യം ഉണ്ടാവില്ല, അപ്പോൾ അത് ഹൈഡ് ചെയ്യും. ചിലർ എന്താ പറയുക, ഭയങ്കര വിശ്വാസിയായിരിക്കും, ചന്ദനമോ അങ്ങനെ ഒന്നും തൊടില്ല. അവരെന്താ പറയുക, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കും. പുറമേ ആരെയും ചോദിക്കുകയാണെങ്കിൽ വിശ്വാസിയല്ലെന്ന് തന്നെ പറയും. പക്ഷേ വീട്ടിൽ വിശ്വാസിയായിരിക്കും. ആരും കാണാതെ അമ്പലത്തിൽ പോവുക, ആരും കാണാതെ പള്ളിയിൽ പോവുക, അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. നമ്മൾ അതിലേക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ 100% ഇയാളെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് സായി പല്ലവി. കാരണം ഒരാളോടും ഒന്നിനെയും വകവയ്ക്കാതെ അയാളെ വിശ്വസിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം, നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്ന് സ്ട്രോങ് ആവുന്നോ അന്ന് റിസൾട്ട് കിട്ടി തുടങ്ങുമെന്നാണ് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് സായി പല്ലവിയുടെ കാണാനും കഴിയും, ലൈഫിൽ കാണാം. അത് വളരെ പെട്ടെന്ന് ആ ഒരു കരിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്, ആ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്നുള്ള കാര്യം മുഖം നോക്കുമ്പോൾ അറിയാം. അതെ, അതിന്റെ ഒരു പബ്ലിക്കലി അത് കാണിച്ചതാണ് ആ ഒരു അതൊരു ബിലീഫ് സിസ്റ്റം തന്നെയാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ആര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട് അല്ലേ. അതിനകത്ത് ഈ ആറ്റിറ്റ്യൂഡിന് എപ്പോഴും പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താണോ കാണിക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരാളോട് ഇതിപ്പോൾ ഈ പറയുന്ന ജപമാല പോക്കറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുകയാണ്, ആരെയും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആരും കാണാതെ മാത്രം ജപിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ വിചാരിക്കുന്ന അത്ര ചിലപ്പോൾ കൗണ്ട് പൂർത്തിയാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫലം ആർക്ക് കുറഞ്ഞു? നമുക്കാണ് കുറഞ്ഞത്, വേറെ ആർക്കും കുറഞ്ഞില്ല. അപ്പോൾ അത് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതനുസരിച്ച് റിസൾട്ട് കിട്ടും. അപ്പോൾ സായി പല്ലവിയുടെ ജപമാലയ്ക്ക് പ്രാധാന്യമുണ്ട്. അതെല്ലാവരും അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.